പിടിച്ചോ. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇന്ന് നമ്മളുള്ളത് സൂക്ക് വാക്കിഫിലാണ്. നമ്മളിവിടെ വന്നിരിക്കുന്നത് എന്താ ഓക്കെ ഹായ് പറ അങ്ങോട്ടോക്കെ ഹായ് പറ. അങ്ങനെ നമ്മൾ ഇന്ന് സൂക്ക് വാക്കിഫിൽ വന്നത് ഇവിടെ നടക്കുന്ന മാംഗോ ഫെസ്റ്റിവൽ കാണാണ്. വൈഡ് റേഞ്ചസ് ഓഫ് മാംഗോ വെറൈറ്റീസ് എന്ന് പറയുന്ന അവസരം മാങ്ങകളും അതേപോലെ തന്നെ മാംഗോ ഉണ്ടാക്കിയ ഐറ്റംസ് നമുക്കിവിടെ കാണാൻ കിട്ടും. അപ്പോൾ അവിടെ എന്തെല്ലാം നമുക്ക് പോയിട്ട് കാണാം. ഇതാണ് നമ്മളെ എൻ്റെ ഫേവറേറ്റ് സ്പോട്ടായ സൂക്ക് വാക്കിഫ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട വ്യൂ. ഇത് നൈറ്റ് വ്യൂ ആണ് ഇതിനെക്കാട്ട് അടിപൊളി. പക്ഷേ ഡേ വ്യൂ ഒട്ടും കുറവല്ല കേട്ടോ, നല്ല ഭംഗി തന്നെയാണ്. അതേപോലെ തന്നെ ഇതാ അവിടെ കുറച്ച് ആൾക്കാർ അവിടെ ഒരു സൈഡിൽ ചായയും കറക്കം കുടിച്ചിട്ട് നല്ല ആസ്വദിക്കുന്നു ഈവനിങ് വൈബ്. ഇതാണ് കേട്ടോ ഇവിടുത്തെ ട്രഡീഷണൽ പ്രിന്റിൽ സീറ്റിംഗ് യൂസ് ചെയ്യുന്ന ക്ലോത്തും കാർപ്പറ്റും അതേപോലത്തെ ഐറ്റംസ്. നല്ല അടിപൊളി രീതിയിലാണ് അവരുടെ കൾച്ചർ ഐറ്റം സംഭവം പ്രിസർവ് ചെയ്ത് വെക്കുന്നത്. ഉപ്പാക്കി തന്നെ കണ്ടില്ലേ, ഇവരുടെ പഴയകാല ഓർമ്മ എന്താ പറയുക പ്രിസർവ് ചെയ്ത് ഉണ്ടാക്കി പഴയ രീതിയിൽ ആർക്കിടെക്ചർ രീതിയിലാണ്. പക്ഷേ ഏറ്റവും മെയിൻ അട്രാക്റ്റീവ് ടൂറിസ്റ്റ് സ്പോട്ടാണ് ഖത്തറിലെ ഈ സൂക്ക് വാക്കിഫ്. അങ്ങനെ ഫൈനലി ഇതാ നമ്മുടെ മാംഗോ ടെൻറ്റിൻ്റെ അടുത്ത് എത്തിയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഉള്ളിൽ പോയിട്ട് നോക്കാം എന്തെല്ലാന്ന്. അങ്ങനെ നമ്മൾ ചൂടത്തുനിന്ന് ആശ്വാസം എടുക്കാൻ തണുപ്പിൽ ടെൻറ്റ് കയറാൻ പോവാണ്. സ്വർഗമോ സ്വർഗത്തിലോ. നമുക്കിന്ന് നിർത്താം. രാജമാണിക്കോ, ഈ സംഗീതം വരുന്നത് ഒരു പ്രത്യേക മൂഡിലാണ്. ആ സമയത്ത് ശല്യപ്പെടുത്തരുത്. 1 2 3 4. സ്വർഗമോ സ്വർഗത്തിലോ. അയ്യോ അടിപൊളിയുള്ള ഒരൊറ്റ മാങ്ങേന്റെ പേര് മാത്രമേ കാണുന്നുള്ളൂ. ബാക്കി മാങ്ങ ഗസിൻകേൻ അടിക്കണം മണത്ത് നോക്കിയിട്ട് ഏതാണെന്നോ. അത് നാട്ടി, ഇത് ഏത് കാട്ടി എന്നറിയാല. ഓരോ സൂപ്പർ മാർക്കറ്റ് ഖത്തറിലെ ഓരോ സൂപ്പർ മാർക്കറ്റ് ഇവിടെ സ്റ്റോള് വെച്ചിട്ടുണ്ട് മാങ്ങ വിൽക്കാൻ വേണ്ടി. എന്റെ ഗിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു ഇത്ര ഭംഗിയിൽ അലങ്കരിച്ചു. അൽഫാൻസോ 21 റിയാൽ अल्फांसो है सच्ची मजाक नहीं है पक्का? नहीं आपको लगा मैं मजाक करता हूँ, मैं मजाक नहीं करता किसी के साथ, ले लिए ठीक है भैया. आपने बोला वही मारेगा उधर सपना लगा है ना वो लड़की के पास ऊपर. अरे यार तमाशा കളിക്കല്ല, നല്ല തേൻ പോലെ മധുരം. जैसे हनी पिलाएगा को देखो फीलिंग से गए मैंगो फीलिंग है आम ये मैंगो सवर और स्वीट सवर both mix ये मैंगो है ना हनी तो नहीं है ना. ഹണി പോലെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അത് മാംഗോ അല്ല ഹണി അല്ലേ തോന്നുന്നു. എന്താ കവി ഉദ്ദേശിച്ചത്? അങ്ങനെ ഓസിക്ക് 2 മാങ്ങ ടെസ്റ്റ് ചെയ്ത് വായിൽ മറ്റേ ഉപ്പുവെള്ളം ചോദിക്കുന്നു എനിക്ക്. എൻ്റെ മാങ്ങ എരുള്ള അതും ബില്ലേറ്റില്ല. അങ്ങനെ ഞാൻ 3 അൽഫാൻസ് വാങ്ങി തുടക്കം കൊടുത്തു. ഇവിടെ ഇഷ്ടംപോലെ എന്തൊക്കെയോ സാധനമുണ്ട്. മാംഗോ കേക്ക്, പിന്നെന്താ സംഭവം മാംഗോ ഡിലൈറ്റ്, ഇതൊക്കെ മാംഗോ പ്രോഫിറ്റ് ആയിട്ട് മാറ്റിയിട്ട് പോകുന്നത്. കേക്കിന് പോലെ ബണ്ണ് പോലെ മാംഗോ കുനാഫ. और ये मैंगो कसेरी कौन की दिया मैंगो सलाद मैंगो सैलड मतलब मैंगो पायसम या मैंगो पायसम you know पायसम मैंगो पानी पूरी मैंगो आइसक्रीम मैंगो पानी पूरी वन मैंगो पानी ट्राई करूंगा ഉണ്ടാക്കുന്ന മാംഗോ ചക്ക പായസം മാംഗോ പായസം. മാംഗോ പാനിപ്പൂരി എത്തി. ഇങ്ങനെ എടുത്ത് ഇങ്ങനെ ഉരുട്ടി ആരും നോക്കണ്ട. കുട്ടിക്ക് വാങ്ങിയാണെങ്കിൽ ഞാനാ കഴിക്കാറ്. കൊണ്ടോ മോൻ കഴിക്കുന്നു. ഒന്ന് മതി ചേട്ടാ, ടേസ്റ്റ് ചെയ്തിട്ട് അടുത്ത് നോക്കാം. ഒന്ന് മതി
എല്ലാ റെസ്റ്റോറൻറ്റ്സിന്റെ സ്റ്റാളിൽ ഇവിടെ ലേലം വിളിച്ച് പിടിക്കുന്ന പോലെ ഉണ്ട് ആൾക്കാർ. ഇങ്ങോട്ട് വരും നിങ്ങൾ അങ്ങോട്ട് പോയല്ലേ, ഇവിടുത്തെ ഐറ്റം ബെസ്റ്റ്. ഇതടുത്ത മാംഗോ കുൽഫി. ഒരുപാട് ഐറ്റംസ് ഉണ്ട്. വയറ് കാലിലേക്ക് വരണ്ടിന്ന് വെച്ചാൽ വയറ് ഫുള്ളാക്കി വന്നു ഞാൻ. മൗസി കിയോസ്കിലേക്ക് മാംഗോ അവിൽ മിൽക്ക്. ഇതാ സാധാരണ നമ്മുടെ ബനാന അവിൽ മിൽക്കിനെ കാട്ടും മാംഗോ അവിൽ മിൽക്ക്. ഇതൊരാൾക്ക് കപ്പ് കേക്ക് വേണം. ശരിക്കും മധുരക്കോളൊന്നും അടിച്ചത് ഈ കൂടെ. മാംഗോ മഫിൻ. എന്നാ ഇനി കുഴപ്പമില്ല. ഒരു കേക്ക് കഴിക്കുന്നതിന് ഞാൻ സന്തോഷിക്കണോ വിഷമിക്കണോ എന്ന് എനിക്കറിയില്ല. 2 കിലോ കൂടുകയും ചെയ്യും. കഴിക്കാൻ വേണം തന്നെ. മാംഗോ ജിലേബി. ആഹാ എന്തൊക്കെയല്ലേ. മാംഗോ സമൂസ, മാംഗോ ഇഡ്ഡലി, മാംഗോ ചിക്കൻ मोमो वड़ा पाव नहीं है, मैंगो पाव और वड़ा पाव बन है ये, and then उसके ऊपर से हल्का सा फ्रेश क्रीम स्प्रेड किया है, and then freshly sliced Alfonso mango. Okay. Stuffing उसको मैंगो का किया है. I did try that. I didn't see here, so I was coming from like that. This one as well. അവിടെ ചക്കണ്ടല്ലോ. വരിക്കാണ് നോക്കട്ടെ. അയ്യോ. ചക്കമിന്റെ നാട് ഓർമ്മ വരുന്നത്. ചക്ക. സാധാരണ ഇവിടെ തായ്ലൻഡ് ചക്ക കിട്ടാറ്, അതുകൊണ്ട് ഇത് കാണുമ്പോൾ കുറച്ച് ഇമോഷണൽ ആയിപ്പോയി. സോറിയേ. ഇതറിയില്ല ഭാവിക്ക് അറിയില്ല. ഇത് വരുന്ന നാട്ടിൽ നിന്നാണ് വാവ വരുന്നത്. എന്നിട്ട് ചോദിക്കുന്നത് എന്താ സാധനം. ജാക്ക് ഫ്രൂട്ട് കിട്ടുക ശരിയാ. എന്റെ 6 റിയാൽ തിരിച്ചു തരൂ. എനിക്ക് തീരെ ഇഷ്ടമില്ല. മൊത്തമായിട്ട് കുട്ടിക്കട്ടെ ടേസ്റ്റ്. ഇത് മാംഗോ ജ്യൂസ് അല്ല, കാങ്ങോ ജ്യൂസ്. മാംഗോയുടെ വെറൈറ്റി മാത്രമല്ല, മാംഗോ ചട്ടിയോടെ വെച്ചിട്ടുണ്ട്. ഇന്നെടുത്ത് വീട്ടിൽ കൊണ്ടുപോയാലോ. ഐ ഡോണ്ട് ടച്ച്, സോറി. ഇഷ്ടംപോലെ ഉണ്ടല്ലേ, പക്ഷെ പഴുത്തില്ല. പച്ച മറ്റേ ഈ പച്ച കുഞ്ഞിമാങ്ങ കണ്ടപ്പോ ഒരു പാട്ട് ഓർമ്മ വന്ന്. കണ്ണി പറഞ്ഞ പ്രായത്തിൽ നിന്നെ ഞാൻ കണ്ടപ്പോ മാമ്പഴം എന്റെ പുന്നാറ്. മാങ്ങ ബേക്കറി ഐറ്റംസ്. മമ്മി വേണ്ട മമ്മി, ഇവിടുന്ന് പുറത്ത് പോവാം മമ്മേ. എന്താ ചേട്ടാ, മാംഗോ ദോശയാണ് സ്പെഷ്യാലിറ്റി. ആ ഇഡ്ഡലി മാംഗോ പിസ്സ അപ്പുറത്ത്. മണം അടിച്ച് സഹിക്കാൻ ഇവരോട് ട്രൈ ചെയ്ത് നോക്കാം. ഭയ്യ ഏക് മാംഗോ പിസ്സ ഏക് ചൂടുണ്ട്. കഴിച്ചോ കട. എന്റെ ഗണപതിക്ക് നേരത്തെ കൊടുക്കട്ടെ. അതല്ലേ പറഞ്ഞ ചൂടാണടാ. ക്ഷമ തന്നെ സ്ഥാനല്ല എന്നെ പോലെ. ഒരു വെറൈറ്റി. അങ്ങനെ നമ്മൾ മാംഗോ ഫെസ്റ്റിവലിലെ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞ് വയറ് നിറച്ച് മധുരം മറ്റേ കഴിച്ച് മത്തൊക്കെ ആയി ഇനി വീട്ടിലേക്ക് തിരിച്ചു പോവാണ്. അപ്പോൾ ഇനി അടുത്ത വീഡിയോ കാണാം. ബൈ.